ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉഴുന്നുവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ ഈ ഒരു ഉഴുന്നുവട തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഉഴുന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റിയെടുത്തിട്ടുള്ള ഉഴുന്നിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അരച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഐസും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മിക്സി പെട്ടെന്ന് തന്നെ ചൂടായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐസും വെള്ളം എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള എല്ലാ ഉഴുന്നും ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി 1 മണിക്കൂറും കൂടെ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം കറിവേപ്പില ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനത് ചതച്ചെടുത്തിട്ടൊന്നുമില്ല, ഇതേപോലെ ഫുള്ളായിട്ടാണ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കൈയൊന്ന് ഇതേപോലെ നനച്ചെടുക്കാം. അത്യാവശ്യം വെള്ളത്തോടെ തന്നെ നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഇനി നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് അതിൽ നിന്നും ഒരു ബോൾസ് എടുക്കാം. എന്നിട്ട് മറ്റേ കൈയും അതേപോലെ തന്നെ ഒന്ന് നനച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ബോൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് പരത്തിയതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഹോളിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല താഴ്ത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഞാനിവിടെ 4 എണ്ണം ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ സൈഡ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു അടിഭാഗം ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ മറ്റേ സൈഡും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ എല്ലാ ഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.